CPM-നെതിരെ സ്വന്തം പാർട്ടിക്കാർ തന്നെ രംഗത്തുവരുന്നത് ഭരണതകർച്ചയുടെ ഉദാഹരണമെന്ന് KPCC സെക്രട്ടറി CC ശ്രീകുമാർ. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് UDF സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യ ജനാധിപത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇതൊക്കെ പറയുമ്പോൾ ഇത് കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടതിന്റെ തീട്ടൂരമാണ്, അല്ലെങ്കിൽ അതിന്റെ ശോകമൂകമായ സങ്കടമാണ് കേൾക്കുന്നതെന്നൊക്കെയാണ് ഇടതുപക്ഷക്കാരൻ പറയാറുള്ളത്. പക്ഷേ CPM-കാരൻ പറയാറുള്ളത്. പക്ഷേ ഇന്ന് 2025 എത്തി നിൽക്കുമ്പോൾ കഴിഞ്ഞ 2020 നടന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് കേരളത്തിലേക്ക് നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൽ കരിന്തല ഡിവിഷനിൽ ചുറ്റികരിവാൾ നക്ഷത്രം ചിഹ്നത്തിൽ ജയിച്ച, അതായത് ഇരട്ടച്ചങ്കൽ പിണറായി വിജയൻ മത്സരിക്കുമ്പോഴും അതുപോലെ തന്നെ VS അച്യുതാനന്ദൻ മത്സരിക്കുമ്പോഴും തെരഞ്ഞെടുപ്പിൽ ആളുകളോട് വോട്ട് ചോദിച്ച അതേ ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഷാജു അമ്പലത്ത് വീട്ടിൽ എന്ന് പറയുന്ന ഇന്നലകളിൽ നിങ്ങൾ സഖാവെന്ന് ഓമന പേരിട്ട് വിളിച്ച ആ ഷാജു അമ്പലത്ത് വീട്ടിൽ എന്തിന്റെ പേരിലാണ് നിങ്ങളുടെ ഭരണത്തിനെ പഴി പറഞ്ഞുകൊണ്ട് രാജിവെച്ചു പോയതെന്ന് ഈ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഒരു മൈക്ക് കെട്ടി ഈ മുല്ലശ്ശേരി അങ്ങാടിയിലൊന്ന് പറഞ്ഞാൽ കൊള്ളാം. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി CPM ഭരിക്കുന്ന മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണതകർച്ചയുടെ പടുകുഴിയിൽ വീണിരിക്കുകയാണ്. അഴിമതിയും സ്വജനപക്ഷപാതത്തിനും പേരുകെട്ട ഭരണസമിതിയുടെ നടപടികൾ മുന്നണിയിലെ സ്വന്തം പാർട്ടിക്കാർ തന്നെ ഉന്നയിക്കുകയും ഭരണസമിതിയിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തത് തകർച്ചയുടെ നഗ്നമായ ഉദാഹരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുല്ലശ്ശേരി പറമ്പന്തള്ളി നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഗേറ്റിൽ ബാരിക്കേഡുകൾ വെച്ച് പോലീസ് തടഞ്ഞു. നിയോജക മണ്ഡലം കൺവീനർ KK ബാബു അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ PK രാജൻ, VG അശോകൻ, KB ജയറാം, V സുരേഷ് കുമാർ, CM നൌഷാദ്, PRN നമ്പീശൻ, NJ ലിയോ, KS ദീപൻ, CJ സ്റ്റാൻലി, മഹേഷ് കാർത്തികേയൻ, OJ ഷാജൻ, ഗ്രേസി ജേക്കബ്, PJ ജോസ് എന്നിവർ സംസാരിച്ചു.